Crop management. Hi students, hope you all are fine. Today we can start with our new topic, that is crop management. We are in this first chapter, reaping gold from soil, and in the previous classes you have studied different cropping techniques like layering, budding, grafting, and what you meant by hybridization techniques, and also crop rotation, intercrops, leguminous plants, etc. And after that, now we can move to how we can manage these crops. We all know that farmers are the persons who are concerned with cultivation, അല്ലേ? കൾട്ടിവേറ്റ് ചെയ്യുന്ന, കൃഷി ചെയ്യുന്ന ആളിനാണല്ലോ നമ്മൾ കർഷകർ എന്ന് പറയുന്നത്, അല്ലേ? ആൻഡ് ദർ ആർ മെനി പ്രോബ്ലംസ് ഫോർ ദിസ് ഫാമേഴ്സ്. അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ അവർ ഈ ഒരു സമയത്ത് ഇപ്പോഴും പലപ്പോഴുമായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ദേ ആർ ഫേസിങ് മെനി പ്രോബ്ലംസ് റിഗാർഡിങ് ദർ പ്രൊഫഷൻ. അവരുടെ ക്രോപ്പിംഗ് അല്ലെങ്കിൽ അവരുടെ കൾട്ടിവേഷനിൽ അവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആൻഡ് വാട്ട് ഓൾ ആർ ദ പ്രോബ്ലംസ് ഫോർ ദ ഫാമേഴ്സ്? എന്തൊക്കെയാണ് ഫാമേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ? എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്തൊക്കെയാണ്? യെസ്, നമ്മുടെ പോലെ തന്നെ ഡെഫിനറ്റ്ലി പ്ലാന്റ്സ് അല്ലെങ്കിൽ ക്രോപ്സിനും ധാരാളം ഡിസീസസ് വരാം, അല്ലേ? ഇപ്പം നമുക്ക് വലിയ വലിയ ഡിസീസസ് ഒക്കെ വരാറില്ലേ? ഇപ്പം നമുക്ക് കൊറോണ, അല്ലേ, COVID-19 എന്ന് പറയുന്ന ഒരു പാൻഡമിക് ഡിസീസ് ഉള്ളതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൽ കാണുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ നേരിട്ട് ക്ലാസ്സിലിരിക്കേണ്ട ആളുകളല്ലേ? അതുപോലെ തന്നെ പ്ലാന്റ്സിനും അല്ലെങ്കിൽ ക്രോപ്സിനും ഇതുപോലെയുള്ള ധാരാളം ഡിസീസ് വരാനുള്ള സാധ്യത ഉണ്ട്. ദർ ഇസ് എ ചാൻസ് ഫോർ ഗെറ്റിംഗ് ഡിസീസസ് ഫോർ ദിസ് ക്രോപ്സ്. അപ്പോൾ അത് ദർ ഇസ് എ വെരി ബിഗ് പ്രോബ്ലം ടു ദ ഫാമേഴ്സ്. ഓക്കെ, ലൈക്ക് ദാറ്റ് ദർ ആർ മെനി ഇഷ്യൂസ് റിഗാർഡിങ് വീഡ്സ്, അല്ലേ? നമ്മൾ ക്രോപ്പ് കൾട്ടിവേഷനൊക്കെ നടത്തുന്നിടത്തൊക്കെ കളകൾ, അല്ലേ? കള, അതായത് അത് യൂസ്ഫുൾ അല്ല, അത് നമുക്ക് വേണ്ടാത്ത കാര്യമാണ്. അപ്പം നമ്മൾ അതിനൊക്കെ എടുത്തു കളയണം. അപ്പം കളകൾ, വീഡ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അതേപോലെ ഡിസീസസ് ഫോർ ദിസ് പ്ലാന്റ്സ്. പിന്നെ എന്താണ്, ഇപ്പം നമ്മൾ ഏതെങ്കിലും കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്പ് അതിൻ്റെ മെച്യൂർഡ് ആവുന്നതിന് മുന്നേ അത് ഫോളോ ചെയ്യുന്ന ഇഷ്യൂസ്, അല്ലേ? അതൊക്കെ പഴുത്ത് പാകമാവണതിൻ്റെ മുന്നേ തന്നെ അത് നശിച്ചു പോകുന്ന ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് they are facing by the farmers nowadays. Okay, and to overcome all these problems, the farmers often use different techniques like applying weedicides to kill the weeds, le kalagala nashipikkan weedicides use ചെയ്യും. Like that, in order to destroy the pests, they will use pesticides, le ധാരാളം കീടനാശിനികൾ ഒക്കെ അവർ അപ്ലൈ ചെയ്യാറുണ്ട്, അല്ലേ, ക്രോപ്സിൽ. ലൈക്ക് ദാറ്റ് ദേ യൂസ് ഡിഫറെൻറ്റ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ഓർ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് ക്രോപ്സ്. അവരുടെ ക്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ ദേ വിൽ യൂസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അപ്പം അങ്ങനെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സ് ആൻഡ് വീഡിസൈഡ്സ് ഓൾ ആർ അപ്ലൈഡ് in their fields in order to increase their production, in order to increase their crop production. And is it all good to our nature? Is it all good to our biodiversity? And what is your opinion regarding that? Yes, definitely this chemical fertilizers and pesticides, weedicides, etc. all will harm our nature, അല്ലേ? നമ്മുടെ പ്രകൃതിക്ക് അതൊക്കെ ഹാംഫുൾ ആണ്. കാരണം എല്ലാം കെമിക്കൽ സംഭവങ്ങളല്ലേ, കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. that will reduce the fertility of our soil. നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി, അല്ലേ, കുറക്കാറുണ്ട്. ലൈക്ക് ദാറ്റ് ഇറ്റ് വിൽ റിഡ്യൂസ് ദ ബയോഡൈവേഴ്സിറ്റി. നമ്മുടെ പ്രകൃതിയിലുള്ള ജൈവ വൈവിധ്യങ്ങളൊക്കെ അത് നശിപ്പിക്കാറുണ്ട്. ദാറ്റ്സ് വെരി ഹാംഫുൾ. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ വീഡിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഓൾ ആർ ഹാംഫുൾ ഫോർ അവർ നേച്ചർ. സോ വാട്ട് ഈസ് ദ ഓൾട്ടർനേറ്റ് റെമഡി ഫോർ ദാറ്റ്? അതിനെ ഓവർകം ചെയ്യാൻ, ഈ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് എന്താണ് ഒരു ഓൾട്ടർനേറ്റ് മെത്തേഡ് ഉള്ളത്? വാട്ട് ഈസ് ദ ഓൾട്ടർനേറ്റ് മെത്തേഡ്? Definitely there is the alternate method, that is organic farming. Organic farming. And what do you mean by organic farming? Organic farming is the technique which make use of biopesticides and biofertilizers instead of this കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, അല്ലേ? നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെയും കെമിക്കൽ വീഡിസൈഡ്സ് അതുപോലെ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒക്കെ പകരം നമ്മൾ ബയോ പെസ്റ്റിസൈഡ്സും ബയോ ഫെർട്ടിലൈസേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഫാമിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൾട്ടിവേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് വെൻ വി യൂസ് ദിസ്
biopesticides and biofertilizers, such type of farming is known as organic farming. And there is no problem with that, അല്ലേ? അതുമായിട്ട് നമ്മുടെ നേച്ചറിന് യാതൊരു പ്രോബ്ലവും ഇല്ല. കാരണം എന്താണ്, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് നമ്മൾ അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഡസ് നോട്ട് റെഡ്യൂസ് ദ ഫെർട്ടിലിറ്റി ഓഫ് അവർ സോയിൽ ആൻഡ് ഇറ്റ് വിൽ നോട്ട് റെഡ്യൂസ് ആ ബയോഡൈവേഴ്സിറ്റി, അല്ലേ? നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയോ നമ്മുടെ ഫെർട്ടിലിറ്റിനെയോ ഒന്നും അത് പ്രശ്നമാക്കുന്നില്ല. So we can go ahead with this biopesticides and biofertilizers. Tobacco decoction, neem cake and neem oil emulsion, etc. are the biopesticide that is explained in your textbook in page number 17. You can see 3 biopesticide. And how we can prepare this tobacco decoction? എങ്ങനെ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. Take 1 kilogram of tobacco plant. വലിയൊരു ടൊബാക്കോൻ്റെ 1 kilogram വരുന്ന ഒരു ടൊബാക്കോ പ്ലാന്റ് എടുത്തിട്ട് കട്ട് ഇൻ ടു സ്മോൾ പീസസ്. അത് ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റുക. ആൻഡ് സോക്ക് ഇറ്റ് ഇൻ വാട്ടർ ഫോർ 1 day. ഒരു ദിവസത്തോളം അത് നന്നായിട്ട് സോക്ക് ചെയ്യുക, വെള്ളത്തിലിട്ട് നന്നായിട്ട് സോക്ക് ചെയ്യുക. ഓക്കെ, പിന്നീട് അതിനെ ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് നമുക്ക് അതിലൊരു 100 gram സ്ക്രാപ്ഡ് ബാർ സോപ്പ്, നമ്മുടെ ബാർ സോപ്പില്ലേ, അതിൻ്റെ ഒരു 100 സ്ക്രാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഇങ്ങനെ എന്താണ് സ്ക്രാപ്പ് ചെയ്ത ബാർ സോപ്പിൻ്റെ പോർഷൻ ഒരു 100 gram അതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സ്റ്റിർ ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് ടൊബാക്കോ ഡിക്കോക്ഷൻ. നമുക്കത് സ്പ്രേ ചെയ്യാനുള്ള രീതിയിലുള്ളത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൊബാക്കോ പ്ലാന്റ് കട്ട് ചെയ്ത് വെള്ളത്തിൽ സോക്ക് ചെയ്തു, ഫിൽറ്റർ ചെയ്തു, then we add scrap bar soap and stir it well. Then our tobacco decoction is ready. എന്നിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അതിനെ ഡൈല്യൂട്ട് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് കോൺസെൻട്രേറ്റഡ് ഫോമാണ്. അപ്പോൾ അതിനെ ഡബിൾ എമൗണ്ട് ഓഫ് വാട്ടറിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇറ്റ്സ് റെഡി ടു സ്പ്രേ ഓൺ അവർ പ്ലാന്റ്സ്. നമുക്കത് പ്ലാന്റ്സിലൊക്കെ സ്പ്രേ ചെയ്യാം. അത് നല്ലൊരു ബയോ പെസ്റ്റിസൈഡ് ആണ്. നമ്മൾ പ്ലാന്റ്സിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന പെസ്റ്റിനെ, അല്ലേ, ധാരാളം പെസ്റ്റുകൾ ഉണ്ടാവില്ലേ, ചില ഇൻസെക്ട്സ്, അല്ലേ, വേംസ്, അങ്ങനെ ഒരുപാട് നമ്മളെ ക്രോപ്സിനൊക്കെ ഡെസ്ട്രോയ് ചെയ്യുന്ന പെസ്റ്റുകൾ, അല്ലേ, കീടങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള one of the biopesticide is tobacco decoction. Okay, then second one is neem cake, അല്ലേ, നീമിൻ്റെ കേക്ക് അല്ലെങ്കിൽ നീമിൻ്റെ എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ സംഭവങ്ങൾ എടുത്തിട്ട് നമുക്ക് we can apply on the plants in order to get rid from worms that are attacking the roots of the plant. പ്ലാന്റ്സിൻ്റെ റൂട്ടിലൊക്കെ ഒരുപാട് വേംസ് അറ്റാക്ക് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് we can apply neem cake. നീം കേക്കൊക്കെ, അല്ലേ, ആര്യവേപ്പൊക്കെ നല്ലൊരു ബയോ പെസ്റ്റിസൈഡിൻ്റെ ഫോമാണ്. ഓക്കെ, ദെൻ നീം ഓയിൽ എമൽഷൻ. ഹൗ വി ക്യാൻ പ്രിപ്പയർ നീം ഓയിൽ എമൽഷൻ? ഡിസോൾവ് 60 gram ഓഫ് സോപ്പ് ഇൻ 1/2 liter വാട്ടർ. 1/2 liter വെള്ളത്തിൽ നമ്മളൊരു 60 gram ബാർ സോപ്പ് എടുക്കുക. ദെൻ മിക്സ് ഇറ്റ് വെൽ ആൻഡ് 1 liter ഓഫ് നീം ഓയിലും കൂടെ അതിൽ ആഡ് ചെയ്യുക. ബാർ സോപ്പും വെള്ളവും നീം ഓയിൽ കൂടെ ആഡ് ചെയ്തിട്ട് അതിനാണ് നമ്മൾ നീം ഓയിൽ എമൽഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ ദിസ് ബയോപെസ്റ്റിസൈഡ്. അതും ഒരു ബയോപെസ്റ്റിസൈഡിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ എന്താണ് ഇത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ നിന്നും പിന്നെ എന്താണ് ഇതിൻ്റെ ബെനഫിറ്റ് എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ നോട്ട് ഹാം അവർ നേച്ചർ, അല്ലേ, അതിന് യാതൊരു ഹാംഫുൾനെസ്സും ഇല്ല. അതേപോലെ ഫെർട്ടിലിറ്റി കുറക്കില്ല, ബയോഡൈവേഴ്സിറ്റീനെ ബാധിക്കില്ല, അതൊക്കെ നന്നായിട്ട് പോകും. ഓക്കെ, ആൻഡ് ദാറ്റ്സ് example for biopesticides, that is tobacco decoction, neem cake, neem oil emulsion, etc. are the biopesticides that is explained in your textbook. Like biopesticides, we can use biofertilizers in order to increase our crop production. നമ്മുടെ ക്രോപ്പ് പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാം, അല്ലേ, പല ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാം. അതിന് എക്സാമ്പിളാണ് നമ്മുടെ കൗഡങ്, അല്ലേ. കൗഡങ് അറിയില്ലേ എല്ലാവർക്കും, അല്ലേ, ചാണകം. അത് നല്ലൊരു വളമാണ്, അല്ലേ, നമ്മുടെ ക്രോപ്സ് ഒക്കെ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് വി ക്യാൻ അപ്ലൈ ദിസ് കൗഡങ്. ഓക്കെ, സോ കൗഡങ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ബയോ ഫെർട്ടിലൈസർ. ലൈക്ക് ദാറ്റ് ഗ്രീൻ മാനുവർ, അല്ലേ, പച്ചില വളം, അല്ലേ, നല്ല പച്ച ഇലകളൊക്കെ വെട്ടിയിട്ട് നമ്മൾ പിന്നെ ക്രോപ്സിനൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ദാറ്റ് ഈസ് ഗ്രീൻ മാനുവർ. ദെൻ കമ്പോസ്റ്റ് മാനുവർ, മണ്ണിര കമ്പോസ്റ്റ് ഒക്കെ അറിയില്ലേ. ഓക്കെ, കമ്പോസ്റ്റ് മാനുവർ. ദെൻ ഫിഷ് മാനുവർ. ദെൻ പോൾട്രി ഡ്രോപ്പിംഗ്സ്, goat droppings, bone meal, etc. all comes under this biofertilizers. So this biofertilizers can be applied in order to increase our crop production. Okay, now you can see an interview made by a girl with a farmer. ഒരു ഫാമറുമായിട്ട് ഒരു ഗേൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് യു ക്യാൻ സീ ഇൻ യുവർ ടെക്സ്റ്റ്. ഓക്കെ, എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് അറിയോ?
How the pest can be controlled, എങ്ങനെയാണ് പെസ്റ്റിനെ ഡെസ്ട്രോയ് ചെയ്യാൻ what he is using in his field എന്ന് ചോദിക്കുകയാണ്. So the farmer says that he used the tobacco decoction. We have already discussed that tobacco decoction is the best biopesticide that will kill the worms and that feed on leaves അല്ലേ. ക്രോപ്പിൻ്റെ ഒക്കെ ലീവ്സിൽ ഫീഡ് ചെയ്യുന്ന ഒരുപാട് വേംസ് ഉണ്ടാവില്ലേ, കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇലകളൊക്കെ ഇങ്ങനെ കഴിക്കുന്ന കുഞ്ഞു പുഴുക്കളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മുടെ ക്രോപ്പ് പ്രൊഡക്ഷനെ ഡിക്രീസ് ചെയ്യും. സോ വി ഹാവ് ടു ഡെസ്ട്രോയ് ദാറ്റ് വേംസ് ദാറ്റ് ഫീഡ്സ് ഓൺ ലീവ്സ്. ലൈക്ക് ദാറ്റ് certain insect will destroy the fruits by sucking the sap etc. അപ്പം ഫ്രൂട്ട്സിനെ ഡെസ്ട്രോയ് ചെയ്യുന്ന ഇൻസെക്ട്സ് ഉണ്ട്, അതേപോലെ ലീവ്സിൽ ഫീഡ് ചെയ്യുന്ന വേംസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഡെസ്ട്രോയ് ചെയ്യാൻ ദിസ് ഫാമർ യൂസ് ദസ് tobacco decoction. Okay, another question, what are their alternate methods? അപ്പോൾ ഈ ഒരു പെസ്റ്റിസൈഡ്സ്, ബയോപെസ്റ്റിസൈഡ്സിൻ്റെ ആപ്ലിക്കേഷൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റ് മെത്തേഡ്സ് ഉണ്ടോ? നിങ്ങൾക്കറിയോ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ ബയോപെസ്റ്റിസൈഡ്സ് നമുക്ക് ഈ കീടനാശിനി അടിക്കാൻ മാത്രമേ പറ്റുള്ളൂ? വേറെ നമുക്ക് ചെയ്തുകൂടെ അല്ലേ? ഹാൻഡ് പിക്കിംഗ് മെത്തേഡ് ഉണ്ട് അല്ലേ? നമുക്ക് ഹാൻഡ് പിക്കിംഗ് വഴി ചില പെസ്റ്റിസിനൊക്കെ നമുക്ക് ഡെസ്ട്രോയ് ചെയ്യാം. അപ്പം നമുക്ക് ഫ്രോഗും കലോട്ടസൊക്കെ ഉണ്ടെങ്കിലേ, അത് ഫാമിലൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ഈറ്റ് മിനി ഇൻസെക്ട് അല്ലേ? അറിയില്ലേ അല്ലേ? തവളകളും ഇങ്ങനെ കലോട്ടസൊക്കെ വേറെയുള്ള ചെറിയ ചെറിയ പ്രാണികളൊക്കെ അവർ കഴിക്കും. അപ്പോൾ അതിന് പിന്നെ നമ്മളെ ഫാമിൽ ഉണ്ടാവുക എന്നുള്ളതും ഒരു ആൾട്ടർനേറ്റ് മെത്തേഡാണ് ഇൻ ഓർഡർ ടു കൺട്രോൾ ദ പെസ്റ്റ്. ഓക്കെ, പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡിനെ കുറിച്ച് ആ ഗേൾ ചോദിക്കുന്നുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഗുലർ ഇൻട്രവൽസിൽ നമ്മൾ വെള്ളം ഡ്രിപ്പ് ചെയ്യാണ് അറ്റ് ദ ബേസ് ഓഫ് ദ പ്ലാന്റ്. നമ്മൾ പ്ലാന്റ് ബേസിൽ റെഗുലർ ഇൻട്രവൽസിൽ ഡ്രിപ്പിംഗ് നടത്തുന്നതിനാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലേ? നിങ്ങളും ഒരു ഫാമറിനൊക്കെ ആയിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പം യു ഷുഡ് ഡെഫിനറ്റ്ലി ആസ്ക് മെനി ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദിസ് അഗ്രികൾച്ചർ, റിഗാർഡിംഗ് ദിസ് ഫാമിംഗ് അല്ലേ? നിങ്ങൾ ചോദിച്ചറിയണം എന്തൊക്കെയാണ് ബെനിഫിറ്റ്, വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ദിസ് ബയോ പെസ്റ്റിസൈഡ്സ് ആൻഡ് ബയോ ഫെർട്ടിലൈസേഴ്സ് ദാൻ ദിസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലേ? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെക്കാട്ടിലും പിന്നെ ഈ ബയോ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കും ചോദിച്ചറിയണം. ക്ലിയർ? ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഫുഡ് ക്രോപ്സ് അല്ലേ? Look at this cultivation, floriculture, tea plantation and ornamental plant cultivation. Besides these food crops, we can cultivate many other crops. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നതൊക്കെ ഫുഡ് ക്രോപ്സിനെ കുറിച്ചായിരുന്നു അല്ലേ? ഇനി നമുക്ക് ഈ ഫുഡ് ക്രോപ്സ് അല്ലാണ്ട് വേറെ ഒരുപാട് കൾട്ടിവേഷൻസ് കാണാറുണ്ടോ? നിങ്ങൾ ഫ്ലോറികൾച്ചർ എന്ന് കേട്ടിട്ടുണ്ടോ? ഫ്ലോറികൾച്ചർ, വാട്ട് യു മീൻ ബൈ ഫ്ലോറികൾച്ചർ? ഫ്ലവറിങ് പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത് അല്ലേ? മല്ലികപ്പൂവ്, ചെണ്ടുമല്ലിപ്പൂവ്, സൂര്യകാന്തി, അങ്ങനെ വലിയ വലിയ പിന്നെ പാടങ്ങൾ, പൂക്കളുടെ പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ. ഇഫ് വി ട്രാവൽ ടു ഗുണ്ടൽപേട്ട് ആൻഡ് ഓൾ വി ക്യാൻ സീ അല്ലേ? നമ്മൾക്ക് സൂര്യകാന്തിയുടെ ഒക്കെ വലിയ പാടങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഫ്ലവറിങ് പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലോറികൾച്ചർ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഫ്ലോറികൾച്ചറൊക്കെ നടത്തുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ ഓണക്കാലക്കായ പൂക്കളൊക്കെ ധാരാളം കൊണ്ടുവരുന്നത്. സോ ദാറ്റ് ഈസ് ഫ്ലോറികൾച്ചർ, കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ്. അതേപോലെ വേറെ ഏതാ ക്രോപ്സ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? ടീ പ്ലാന്റേഷൻ കണ്ടിട്ടുണ്ടോ അല്ലേ? നമ്മൾ വയനാടും മൂന്നാറും ഒക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും വലിയ അല്ലേ തേയിലയുടെ തോട്ടങ്ങൾ കാണാറില്ലേ? ടീ പ്ലാന്റേഷൻ അല്ലേ? ടീ, കോഫി പോലെയുള്ളതൊക്കെ അല്ലേ തട്ടായിട്ട് ഇങ്ങനെ പ്ലാന്റേഷൻ നടത്തുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ടീ പ്ലാന്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളതാണ് ഓർണമെൻ്റൽ പ്ലാന്റ് കൾട്ടിവേഷൻ, അലങ്കാര ചെടികൾ അല്ലേ? ഭംഗിയുള്ള പൂക്കളൊക്കെ നമ്മൾ അലങ്കാരത്തിന് വെക്കുന്ന, ഡെക്കറേഷന് വേണ്ടിയിട്ട് വെക്കുന്ന പിന്നെ ചെടികളൊക്കെ വളർത്തുന്നതിനാണ് ഓർണമെൻ്റൽ പ്ലാന്റ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ ഇൻക്ലൂഡ് ഇൻ കൾട്ടിവേഷൻ അല്ലെങ്കിൽ ക്രോപ്പിങ്ങിൽ വരും. ഓക്കെ, അപ്പോൾ ഫുഡ് ക്രോപ്സ് മാത്രമല്ല, ബിസൈഡ്സ് ദിസ് ഫുഡ് ക്രോപ്സ് വി ക്യാൻ കൾട്ടിവേറ്റ് ഫ്ലവറിങ് പ്ലാന്റ്സ്, ടീ, കോഫി, ഓർണമെൻ്റൽ പ്ലാന്റ്സ് എക്സെട്ര. അപ്പോൾ അതിൻ്റെ കൾട്ടിവേഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ നെയിമിലും മാറ്റം ഉണ്ടാവും. Okay, floriculture, ornamental plant cultivation, tea plantation, etc. Okay, look at these images. These are the important fiber crop cultivation. This is cotton, jute. This is the jute plant cultivation, and you can see coir fiber.
can discuss about the 3 important fiber crops produced in India. ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഫൈബർ ക്രോപ്സിൽ വരുന്നതാണ്. ഫസ്റ്റ് വൺ ഈസ് കോട്ടൺ. കോട്ടൺ പ്ലാന്റ് നമ്മൾ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫൈബർ ക്രോപ്പാണ് അല്ലേ. കോട്ടൺ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, കോട്ടൺ ഫൈബേഴ്സ് അല്ലെങ്കിൽ കോട്ടൺ ത്രെഡ്സ് ആർ യൂസ്ഡ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അല്ലേ. ടെക്സ്റ്റൈൽസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫൈബർ ആണ് കോട്ടൺ. കോട്ടൺ ബോൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മെച്യൂർ പ്ലാന്റിൽ, മെച്യൂർ കോട്ടൺ പ്ലാന്റിൽ പരുത്തി കൃഷി, മലയാളത്തിൽ നമ്മൾ പരുത്തി കൃഷി എന്ന് പറയില്ലേ. മെച്യൂർ കോട്ടൺ പ്ലാന്റ് ആവുമ്പോൾ എന്താണ് നമുക്ക് കോട്ടൺ ബോൾസ് പിന്നെ കിട്ടും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് കോട്ടൺ ഫൈബേഴ്സ് അല്ലെങ്കിൽ കോട്ടൺ ത്രെഡ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതിൻ്റെ സീഡും വളരെ യൂസ്ഫുൾ ആണ്. ദ കോട്ടൺ സീഡ്സ് ഇസ് യൂസ്ഡ് ആസ് എ കാറ്റിൽ ഫീഡ്. ഒരു കാറ്റിൽ ഫീഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കോട്ടൺ സീഡ്. അതേപോലെ കോട്ടൺ സീഡിൽ നിന്ന് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഓയിൽ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ്. This cotton seed oil is used for industrial purpose, and cotton seed is used as a cattle feed, and cotton threads or cotton fibers are used in textile industry. So cotton is one of the important fiber crop that is cultivated in India. And the second important fiber crop that is produced in India is jute. ജൂട്ടും അതേപോലെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫൈബർ ക്രോപ്പാണ്. ചണം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ, അപ്പം ജൂട്ട് പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൽ നിന്നാണ് നമ്മൾ ജൂട്ട് ഫൈബേഴ്സ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മളത് വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് ദെൻ നമ്മൾ റട്ടിങ്ങിന് വേണ്ടിയിട്ട് വെക്കും. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഫൈബേഴ്സൊക്കെ ഉണ്ടാക്കുന്നത്. ദെൻ വി ആർ മേക്കിംഗ് യൂസ് ഓഫ് ദിസ് ജൂട്ട് ഫൈബേഴ്സ്. അതും നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും അല്ലാതെ കുറേ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫൈബർ ക്രോപ്പ് ഈസ് ജൂട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 3 ഫൈബർ ക്രോപ്സ് കോട്ടൺ, ജൂട്ട്, കൊയർ അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ ധാരാളം പ്രൊഡക്ട്സ് ഇസ് അവൈലബിൾ ഓൺ മാർക്കറ്റ് അല്ലേ. അതിൻ്റെയൊക്കെ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ കാണാറുണ്ട്. നമ്മൾ ആർട്ടിഫിഷ്യലി അല്ലെങ്കിൽ സിന്തസൈസ്ഡ് ആയിട്ടുള്ള സിന്തറ്റിക് മെറ്റീരിയൽസിനെക്കാട്ടിലും ഒരുപാട് ബെനിഫിറ്റഡ് ആണ് ഈ ഒരു നാച്ചുറൽ ഒറിജിനുള്ള ഇതിൻ്റെ പ്രൊഡക്ട്സ്. ഓക്കെ.